Radio Library. Radio Library with RJ Radish. പരിചിതമില്ലാത്ത ദേശത്തേക്ക് നമുക്കൊരു യാത്ര പോവാം. ആ യാത്രയിലൂടെ അവിടുത്തെ സംസ്കാരത്തേക്ക് മനസ്സിലാക്കുകയും ആ നാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് നല്ല അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത്തിരി പൈസ നഷ്ടമാണെങ്കിലും യാത്രകൾ എന്നും മനോഹരമാണ്. അത്തരമൊരു യാത്രയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലൂടെ. യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത് ഉബാദത്ത് കൊടുവള്ളിയാണ്. ഉബാദത്തെ നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. ഉബാദത്ത് ആദ്യമായിട്ടാണ് റേഡിയോ ലൈബ്രറിയിലേക്ക് എത്തുന്നത്. സാധാരണ കേൾക്കാറുണ്ട്, ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഏതാണ്? യാത്രാനുഭവമാണെന്ന് നമ്മൾ പറഞ്ഞു. പുതിയൊരു എഴുത്തുകാരനാണ് VP മുഹമ്മദ് അനസ് എഴുതിയിട്ടുള്ള പഹൽഗാമിലെ പെൺകുട്ടി എന്ന് പറയുന്ന അത്യപൂർവമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ്. മുമ്പ് കൃതികളൊന്നും എഴുതിയിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ ലിപികൾ ഉണ്ടായത് ഏകദേശം 100-300 വർഷങ്ങളോ മാക്സിമം നമുക്കൊരു 400 വർഷമാവുന്നുള്ളൂ. മലയാളികൾ അക്ഷര സാഹിത്യം വായിച്ചു തുടങ്ങിയിട്ട് 3 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ നമുക്ക് കണ്ടെത്താൻ കഴിയും. തുഞ്ചത്ത് എഴുത്തച്ഛൻ അക്ഷരങ്ങൾ കണ്ടെത്തുന്നു. അതായത് വായന, പ്രകൃതി വായന ഉണ്ടായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള അക്ഷര സാഹിത്യം മലയാളി വായിച്ചിട്ട് കേവലം 3 നൂറ്റാണ്ടേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും നമ്മളൊക്കെ ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് മലയാള സാഹിത്യത്തിൽ സംഭാവന ചെയ്യാൻ ഒരുപാടുണ്ട് എന്നാണ് ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ആ ഇടയ്ക്കാണ് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മെല്ലെ പിൻവലിഞ്ഞ് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് നീങ്ങുകയും, എന്നാലും അവിടെയൊക്കെ ഫേസ്ബുക്ക് പോലെയുള്ള ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലായി ഇത്തരത്തിലുള്ള സാഹിത്യങ്ങൾ, എഴുത്തുകളും തർക്കങ്ങളും ഡിബേറ്റുകളും ഒക്കെ നമ്മുടെ സാഹിത്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള എഴുത്തിടങ്ങളെ പോലും പഴഞ്ചനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെയും റീൽസിന്റെയും പിന്നാലെ പോകുന്ന ഒരു പുതിയ ന്യൂ ജനറേഷൻ. അത്തരത്തിൽ ഒരു ന്യൂ ജനറേഷനിൽ നിന്നുള്ള തീർച്ചയായും വളരെ ഇളം പ്രായക്കാരനായിട്ടുള്ള ഒരാളാണ് VP മുഹമ്മദ് അനസ്. അദ്ദേഹം തന്റെ യാത്രാനുഭവങ്ങൾ ബ്ലോഗുകളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ആളുകൾ ചോദിക്കുകയുണ്ടായി, തനിക്കൊരു പുസ്തകം എഴുതിക്കൂടെ അനസെ എന്ന ആ ചോദ്യമാണ് അദ്ദേഹത്തിനെ എഴുത്തിലേക്ക് തിരിക്കാൻ പ്രേരണയാകുന്നത്. അതേസമയം അദ്ദേഹം തിരിച്ചു വന്ന് ഡയറി കുറിപ്പുകൾ എഴുതിയപ്പോഴാണ് ഇത് ഒരു പുസ്തക ചുവയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം പുസ്തകം എഴുതാൻ ആരംഭിക്കുന്നത്. യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ അതൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ ആണെന്ന് പറയാം. കാരണം യാത്രകൾ മനുഷ്യനെ പുതുക്കി പണിയുന്ന ഒരു അനുഭൂതിയാണ്. നമ്മൾ മനുഷ്യനെ സ്വതവേ അവനവനിൽ സൂക്ഷിക്കുന്ന ഒരു കുഗ്രാമ ചിന്തകൾ ഉണ്ടാകും. ആ ചിന്തകളെ തീർച്ചയായും മാറ്റിപ്പണിയുന്നത് യാത്ര മാത്രമാണ്. അതുകൊണ്ട് അത് യാത്ര ചെയ്തവന് മാത്രമേ അറിയൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. കുഗ്രാമങ്ങളിലുള്ളവർ എന്നും ആ കുഗ്രാമമാണ് എന്റെ സ്വർഗമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. അതേസമയം യാത്ര പോയകൾക്ക് ഒരുപക്ഷെ കുഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാത്തവരെ കുറിച്ച് ഒരു അൾട്ടിമേറ്റ് പുച്ഛമായിരിക്കും. കാരണം അത്രത്തോളം വിശാലമാണ് ഈ പ്രപഞ്ചം. ഈ പഹൽഗാമിലെ പെൺകുട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ ഏതാനും ഗ്രാമങ്ങളിലൂടെ അതല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് വിദേശങ്ങളിലേക്ക് അതല്ലെങ്കിൽ ദൂര ദിക്കുകൾ തേടി നമ്മൾ അലയുന്നത്. ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വങ്ങൾ, അതിന്റെ സൗരഭ്യവും അതിന്റെ സൗന്ദര്യവും അനുഭവിച്ചറിയാൻ ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് ഡോക്ടർ ജോർജ് ഓണക്കൂർ അവർകളാണ്. അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, പഹൽഗാമിലെ പെൺകുട്ടി എന്ന യാത്രാവിവരണത്തിലൂടെ കടന്നു പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് കവി NV കൃഷ്ണവാര്യരുടെ ഉണരുന്ന ഉത്തരേന്ത്യ എന്ന പുസ്തകമാണ്. ഉത്തരേന്ത്യയുടെ സംസ്കാരവും ഭൂപ്രകൃതിയും ചരിത്ര പശ്ചാത്തലവും അനാദൃശ്യമായ പാടവത്തോടെ കാവ്യാത്മകമായി ആലേഖനം ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം, അതിനെ സമാനപ്പെടുത്തിയാണ് അദ്ദേഹം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്. ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അജ്മീർ വരെയൊന്ന് പോയാലോ എന്ന ചിന്ത തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് അനസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അജ്മീറിലേക്കും ഡൽഹിയിലേക്കുമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആദ്യം തനിച്ചു പോകാമെന്ന് കരുതിയെങ്കിലും കൂട്ടിന് ഒരു സുഹൃത്തിനെ കൂടി കൂട്ടിയുള്ള ഉത്തരേന്ത്യൻ യാത്രകളാണ് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം കാശ്മീർ വരെയുള്ള പഹൽഗാം പോലെയുള്ള സുന്ദര ഗ്രാമങ്ങളെ, ഇന്ത്യയുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് രണ്ടാമത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ആദ്യമായി ചെന്നെത്തുന്നത് നിസാമുദ്ദീൻ ഔലിയ സ്റ്റേഷനിലാണ്. അതൊരു സൂഫി ഗുരുവിന്റെ കൂടി പേരാണ്. ആ സൂഫി ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നമ്മുടെ ഇന്ത്യയുടെ തത്ത എന്ന് പറയുന്ന ഖവാലിയുടെ നിർമ്മാതാവ് കൂടിയായ അമീർ ഖുസ്രു. അമീർ ഖുസ്രു നിസാമുദ്ദീൻ സൂഫിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ ഖവാലി മേഖലയിൽ ചെന്നുകൊണ്ട്, ഖവാലി വേദികളിൽ ഇരുന്നു കൊണ്ട് ആ ഖവാലി ആസ്വദിക്കുന്നത്, ആ ഒരു മനോഹരമായ രംഗം അദ്ദേഹം തുടക്കത്തിൽ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് തന്നെ കോട്ടകൊത്തളങ്ങളുടെ
നാട് എന്നാണ്. അതേസമയത്ത് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ശവകുടീരങ്ങളുടെ ഇടമായിട്ട് ഡൽഹിയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ അടിമവംശ സ്ഥാപകനായ കുത്തബുദ്ദീൻ ഐബക്ക് അദ്ദേഹം പണിതുയർത്തിയ കുത്തബ് മിനാർ, വളരെ മനോഹരമായ കുത്തബ് മിനാർ 399 പടികൾ ഉള്ള ലോകത്തെ ഇഷ്ടിക കൊണ്ട് നിർമ്മിതമായ 238 അടിയോളം ലോകത്തെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഇഷ്ടിക നിർമ്മിതമായ ഒരു ഇന്ത്യൻ അഭിമാന സ്തംഭം കുത്തബ് മിനാറിനെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. 1980 കാലത്ത് വൈദ്യുതി തകരാറ് മൂലം തിക്കും തിരക്കുമുണ്ടായി 25ഓളം കുട്ടികൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും അതിനുശേഷം നമുക്കൊന്നും ഇന്ന് കുത്തബ് മിനാറിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അതിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനു മുമ്പ് അതിന്റെ മുകളിൽ കയറിക്കൊണ്ട് പലരും ആത്മഹത്യകൾ പോലും ചെയ്ത സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്കൊരു അത്ഭുതമുള്ള ഒരു വാർത്തകളാണ്. രണ്ടാമത് അദ്ദേഹം ചെന്നെത്തുന്ന സ്ഥലം ഡൽഹി ജുമാ മസ്ജിദാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് അദ്ദേഹം പറയുന്നത് ആ ഡൽഹി ജുമാ മസ്ജിദിനെ വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല എന്നാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചെങ്കോട്ട കാണാം. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ആ ചെങ്കോട്ട, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ നമസ്കാരത്തിനായി പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഇരിക്കുമ്പോൾ, ആളുകൾ നിൽക്കുമ്പോൾ ചെങ്കോട്ടയിൽ ഇരിക്കുന്ന, സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിന്റെ തലയ്ക്ക് മേതെയായിരിക്കണം പ്രാർത്ഥനകൾക്ക് നിൽക്കുന്ന ആളുകളുടെ കാൽപാദം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് ചെങ്കോട്ട നോക്കിക്കാണുന്ന ഒരു അനുഭൂതി, അത് നമ്മളെ അവിടേക്ക് കാണാത്തവരെ അവിടേക്ക് വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. ഡൽഹി ജുമാ മസ്ജിദിന്റെയും ചുറ്റുവട്ടങ്ങളിലേക്ക് നടക്കുമ്പോൾ ചാന്ദിനി ചൗക്ക് പോലെയുള്ള നമ്മൾ വളരെ സൂക്ഷിച്ചു നടക്കേണ്ട മേഖലകളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പോക്കറ്റ് അടിക്കപ്പെടുമെന്ന ഒരു മുൻധാരണ നേരത്തെ നൽകപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുകയും യാത്രക്കാരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക മുഹബത്തിന്റെ സർബത്ത്, ആ സർബത്തുകളാണ് ഡൽഹി ജുമാ മസ്ജിദ് ചുറ്റും ചെന്ന് കഴിഞ്ഞാൽ മലയാളികൾ വളരെ ഉത്സാഹത്തോടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഹബത്തിന്റെ സർബത്ത് കഴിക്കാൻ കടയിൽ ചെന്ന് നോക്കുമ്പോൾ പ്രായമായ ആള് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയാം. അദ്ദേഹം കല്യാണം കഴിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ്, പക്ഷെ കല്യാണം കഴിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. ഇതുപോലെ പണ്ടെന്നോ ഡൽഹി കാണാൻ വന്ന ഒരു പെൺകുട്ടിയോട് തുടങ്ങിയ ഒരു മുഹബത്താണ്. ആ ഒരു മുഹബത്ത് സർബത്ത് വിൽക്കുന്ന ചാച്ച അദ്ദേഹം തന്റെ സഹധർമ്മിണിയായി കൂടെ കൂട്ടിയത് എന്ന് സർബത്ത് കുടിച്ചുകൊണ്ട് കഥാകാരൻ നമ്മോട് പറയുന്നുണ്ട്. പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ജയ്പൂരിലേക്ക് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങളെത്തി. മനോഹരമായി പണിത ഒരു കൊട്ടാരം തന്നെയാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും ഉത്തർപ്രദേശിലേക്കും എല്ലാം പോകുന്ന ധാരാളം ട്രെയിനുകൾ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. ഗാഡി സംഖ്യ 1-4-3 എന്നെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പണ്ട് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ പോയപ്പോൾ പുതുച്ചേരി ജാനേവാല പോണ്ടിച്ചേരി എന്ന പ്രത്യേക താളത്തിലുള്ള അറിയിപ്പ് 3 മാസക്കാലം സ്ഥിരമായി എന്റെ നാവിലുണ്ടായിരുന്നു. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഒന്നാം ഭാഗത്ത് അനസ് യാത്ര ചെയ്യുന്നത് തന്റെ സുഹൃത്തിനോട് കൂടെയാണെങ്കിലും രണ്ടാം ഭാഗം അദ്ദേഹം ഇന്ത്യയുടെ വടക്കു ദേശമായ കാശ്മീരിന്റെ മലമടക്കുകളിലേക്കുള്ള യാത്രയാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. അവിടെ തീർച്ചയായും അദ്ദേഹം ഒറ്റയ്ക്കാണ് യാത്ര തിരിക്കുന്നത്. തന്റെ കൂട്ടുകാരോട് പോലും പറയാതെ ഒറ്റയ്ക്ക് യാത്ര, ഒരു സോളോ ട്രിപ്പ് അടിക്കുന്ന അദ്ദേഹം അവിടെ വളരെ സുന്ദരമായ ഒരു ഇന്ത്യയെ നമുക്ക് കാണിച്ചു തരികയാണ്. യാത്രക്കിടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ യാത്രയോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്നാൽ പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നടന്നു പോവേണ്ടടുത്ത് പരമാവധി നടന്നു ചെന്നുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്രകളൊക്കെ അദ്ദേഹം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ അദ്ദേഹത്തിന് യാത്രകൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം തന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാമുകന്മാരുടെ സല്ലാപങ്ങൾ കാണുമ്പോൾ, അതുപോലെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ 2020 ബിസ്ക്കറ്റ് മാത്രമാണ് എന്റെ നാസ്തയും എന്റെ ലഞ്ചും എന്റെ ഡിന്നറും എല്ലാം എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ അവർ ഓരോന്ന് പൊട്ടിക്കുമ്പോഴും തന്റെ 2020 എടുത്ത് 1-2 വായിലേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം തന്റെ വിശപ്പിനെ അടക്കി നിർത്തിക്കൊണ്ടാണ് ഈ കേരളത്തിന്റെ ഇങ്ങ് തെക്ക് നിന്ന് വടക്ക് കാശ്മീർ വരെയും യാത്ര ചെയ്യുന്നത് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്. യാത്രയിൽ ഉടനീളം എനിക്ക് അദ്ദേഹത്തിനെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അപാരം എന്നാണ്. ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത രുചികളെ തൊട്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് അപാരം, ഇത് വേറെ ലെവൽ, ഇത് നമ്മൾ അനുഭവിക്കേണ്ടതാണെന്നാണ്. എന്തുകൊണ്ടോ കശ്മീരിൽ നിന്ന് ലഭിക്കുന്ന താവ പാനീയം മാത്രം അദ്ദേഹം എനിക്ക് വലിയതായൊന്നും തോന്നിയില്ല, പക്ഷെ വ്യത്യസ്തം എന്ന് മാത്രം പരിചയപ്പെടുത്തി. ബാക്കി പുസ്തകത്തിലുടനീളം അദ്ദേഹം എല്ലാ വിഭവങ്ങളെയും, ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വിഭവങ്ങളെ അദ്ദേഹം പറയുന്നത് നമ്മൾ ടേസ്റ്റ് അറിയുക തന്നെ വേണമെന്നാണ്. തന്റെ സമീപത്തിൽ ഇരിക്കുന്ന കാമുകന്മാർ അല്ലെങ്കിൽ ജോഡികൾ ചേർന്നിരുന്നു കൊണ്ട് ഭക്ഷണവും പാനീയങ്ങളും കഴിക്കുമ്പോൾ അദ്ദേഹം തന്റെ മുൻ യാത്രയിൽ, അജ്മീർ യാത്രയിൽ സംഘടിപ്പിച്ച ബിസ്ലേരിയുടെ പഴയ ഒഴിഞ്ഞ കുപ്പിയിൽ സബ്സെ ബഡ സംശുദ്ധ പാനി തന്റെ മാതാവ് നാട്ടിൽ നിന്ന് കിണറിൽ നിന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാനീയം എടുത്ത് മോന്തി കുടിക്കുകയാണ്. അത് കുടിക്കുമ്പോൾ ഈ ഭക്ഷണങ്ങളൊന്നും ഈ പാനീയങ്ങളൊന്നും എനിക്കൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിന്റെ ആ തെളിനീരിനെ കുറിച്ചുള്ള ഒരു ആത്മബോധം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണരുന്നതാണ്. കാശ്മീരിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ ട്രെയിൻ നിറയെ അദ്ദേഹം കാണുന്നത് ശബരിമലയിൽ നിന്നും തിരിച്ചു വരുന്ന സ്വാമിമാരെയാണ്. മലയാളികളായി
കൂടുതൽ ആളുകയും അദ്ദേഹം കാണുന്നില്ല. തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്ന അദ്ദേഹം തെലങ്കാന വരെയും സ്വാമിമാരെ കൂടുതലും ബോഗിക്കകത്ത് നിന്നുകൊണ്ട് ശരണം വിളികളുമായും ധ്യാനമാർഗത്തിലും ആ യാത്ര തുടർന്നു പോവുകയാണ്. ഇതിനിടയിൽ അദ്ദേഹം മുകളിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്തേക്കും ഒരു സ്വാമി അദ്ദേഹത്തിന് ഇരിപ്പിടം ഏറെ നേരം നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഇരിപ്പിടം സ്വന്തമാക്കിയിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വാമിയല്ലേ എന്ന് കരുതി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു മുഖം നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ഈ സ്വാമിമാർ അവിടെ നിന്നുകൊണ്ട് സമൂസയും ബോണ്ടയും അടിക്കുന്നത് കണ്ടുകൊണ്ട് തന്റെ വിശപ്പിന്റെ കാഠിന്യമോർത്തുകൊണ്ട് ഇടയ്ക്കിടെ 20 എടുത്ത് കടിക്കുന്ന ഒരു അനുഭൂതി അവിടെയും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷനുകൾ വളരെ മനോഹരവും കേരളത്തെക്കാൾ എത്രയോ പുരോഗമനം നിറഞ്ഞതുമാണ്. റെയിൽവേ സ്റ്റേഷനുകളെ അദ്ദേഹം ആ ഒരു നിർമ്മിതികളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. പക്ഷേ കേരളത്തിന് വിപരീതമായി അവിടങ്ങളിലൊക്കെ പാർപ്പിടരഹിതമായ അനേകായിരങ്ങൾ കിടന്നുറങ്ങാൻ അത് ഉപയോഗപ്പെടുത്തു എന്നുള്ള മറ്റൊരു വശം കൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കേരളത്തിൽ നിന്നും വിഭിന്നമായി TTRകളൊക്കെ കേരളം വിട്ടുകഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായ കളർഫുൾ ആയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സാരി ധരിച്ചൊക്കെയുള്ള ഒരുപാട് TTRനെ കുറിച്ച് അദ്ദേഹം ആ യാത്രയുടെ ഒരു അനുഭൂതിയായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകമായ യൂണിഫോമുകൾ, നീലയും വെള്ളയും പോലെയുള്ള യൂണിഫോമുകളൊക്കെ മാറ്റിവെച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് കോഡുകളും അതല്ലെങ്കിൽ സാരിയൊക്കെ എടുത്തു വരുന്ന സ്ത്രീകളൊക്കെയാണ് അദ്ദേഹം TTRയെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഉദംപൂരിൽ ചെന്നെത്തുമ്പോൾ അവിടെ RT-PCR ചെക്കിംഗ്, കോവിഡ് കഴിഞ്ഞുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ RT-PCR ചെക്കിംഗ് ആണ്. ആ ഒരു ചെക്കിംഗ് അദ്ദേഹം ഒരു ഫസ്റ്റ് ഡോസ് എടുത്ത ആളുകൾക്ക് ചെക്കിംഗ് വേണോ എന്നൊരു പട്ടാളക്കാരനോട് ചോദിക്കുകയും ഡബിൾ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡബിൾ വേണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും അദ്ദേഹം പേടിച്ചു പറക്കുന്ന രംഗം പറയുന്നുണ്ട്. കാശ്മീരിലേക്കുള്ള യാത്രയിൽ പ്രകൃതിയുടെ ഭംഗി തന്നെയാണ് ഏതൊരു യാത്രക്കാരനും എടുത്തു പറയാനുണ്ടാവുക. സംസ്കാരങ്ങളുടെയും ആ ഒരു വൈവിധ്യങ്ങളുടെയും പ്രകൃതിയുടെയും വൈജാത്യങ്ങളാണല്ലോ ഓരോ യാത്രയും നമുക്ക് നൽകുന്നത്. ആ കാശ്മീരിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കാണുന്ന ഒരു നദിയെ, ഒരു നീല നദിയെ അദ്ദേഹം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തേക്ക് മുഴുവനായുമുള്ള മണ്ണെണ്ണ കയറ്റി അയക്കുന്നത് ഈ നദിയിൽ നിന്നാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. അത്രത്തോളം സുന്ദരമായ നീല നദിയാണ് അതിലൂടെ ഒഴുകുന്നത്. ആ നദിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: നദിയുടെ മാറിൽ ഒരു കുഞ്ഞായി ചുരുണ്ടുകിടന്ന് അമ്മിഞ്ഞ കുടിക്കുന്നത് പോലെ ആ ശുദ്ധജലം വലിച്ചു കുടിക്കാൻ ഞാൻ കൊതിച്ചു. ജലത്തിൽ അലക്ഷ്യമായി കിടക്കുന്ന വെള്ളാരം കല്ലിനും ഉരുളം കല്ലിനും എന്ത് ഭംഗിയാണ്. അവരെല്ലാം അമ്മിഞ്ഞ ഊറ്റിക്കൊടുക്കുന്നുണ്ടാകും. അവരുടെ ഭാഗ്യമോർത്ത് എനിക്ക് അസൂയ തോന്നി. മേൽപോട്ട് നോക്കിയപ്പോൾ നഗ്നയായ നദിയെ തുറച്ചു നോക്കി സൂര്യനും ഒറ്റ നിൽപ്പാണ്. തന്റെ കിരണങ്ങൾ കൊണ്ട് അവൻ അവളുടെ രക്തം വലിച്ചു കുടിക്കുകയാണ്. ദ്രോഹി! ഇങ്ങനെയാണല്ലേ പുഴയിലെ വെള്ളമെല്ലാം വറ്റുന്നത്? സ്വാർത്ഥനായ സൂര്യൻ, നദികളുടെ ശരീരം കാർന്നു തിന്നുന്നവൻ. കശ്മീരിലുടനീളം ഈ ചോദ്യം കേട്ട് തഴമ്പിച്ചു. അഖേലാഹെ എന്ന് എല്ലാവരും ചോദിക്കും. ഒറ്റയ്ക്കാണോ എന്നാണ് ഇതിന്റെ മലയാള അർത്ഥം. ഇന്ത്യയിലൂടെ ഒരു യാത്ര VP മുഹമ്മദ് അനസ് നടത്തി. ആ യാത്രാനുഭവം നമുക്ക് കൂടി പങ്കുവെക്കുകയാണ് പഹൽഗാമിലെ പെൺകുട്ടി എന്ന പുസ്തകത്തിലൂടെ. കശ്മീരിൽ വന്നിറങ്ങിയ അനസിന് കാണാൻ കഴിയുന്നത് നമ്മൾ വീഡിയോ ഗെയിമുകളിലൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ചുവപ്പും വെള്ളയും ഒക്കെ കലർന്ന വാഹനങ്ങൾ, ട്രെയിനുകളൊക്കെയാണ്. അദ്ദേഹം അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. മരങ്ങൾക്ക് പൂക്കളും കായ്കളും പോയിട്ട് ഇലകൾ പോലുമില്ല. അത്തരത്തിലുള്ള ഒരു ഡിസംബർ മാസത്തിലാണ് അദ്ദേഹം അവിടേക്ക് കടന്നു ചെല്ലുന്നത്. വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് പരിപൂർണ്ണ നഗ്നരായി നിൽക്കുന്ന മരങ്ങളെ കണ്ടപ്പോൾ ഇവറ്റകൾക്കൊന്നും നാണമില്ലേ എന്ന് ഉള്ളിലെ പൊതുബോധം ചിന്തിച്ചു. ഇലകളില്ലാത്ത മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നു, പരസ്പരം നഗ്നത മറക്കാനുള്ള വെപ്രാളമാകും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. മഞ്ഞു പുതച്ച കാശ്മീരിലേക്ക് യാത്ര പോയ അനസ് അവിടെ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് താൻ തന്റെ സംരക്ഷണമായി കൊണ്ടു നടന്ന കാശ്മീർ തണുപ്പിൽ തന്റെ പുതപ്പ് വെറും പാറ്റയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത്. തീർച്ചയായും ആ തണുപ്പിന്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. സ്ക്രീനിൽ മാത്രം കണ്ട ദാൽ തടാകം സൂര്യപ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നത് കണ്ട് നമ്മളവിടെ അങ്ങനെ നിന്നു പോവുകയാണ്. അത് വായനക്കാരന്റെ അനുഭവത്തിലേക്ക് കൂടെ ആ ഒരു കാഴ്ച പകർന്നു നൽകാൻ അദ്ദേഹത്തിന് പ്രയോഗങ്ങളിലൂടെ കഴിയുന്നുണ്ട്. മഞ്ഞുകാലമായതുകൊണ്ട് ഷാലിമാർ പൂർണ്ണമായും ഇലകൾ കൊഴിഞ്ഞുപോയ ഒരു പൂന്തോട്ടമായിട്ടാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണികഴിപ്പിച്ച ഷാലിമാർ പൂന്തോട്ടം അത് വസന്തകാലത്ത് വന്ന് കാണേണ്ടത് തന്നെയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ സവാരി ചെയ്യുക എന്നതാണ് ലോകത്തെ ഏറ്റവും അനുഭൂതിയുള്ള കാര്യമെന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഒഴുകുന്ന മാർക്കറ്റ് നമുക്ക് കാണാൻ ഈ ഷിക്കാര യാത്രയിൽ നമുക്ക് സാധിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ദാൽ തടാകം ഉറഞ്ഞുപോയിക്കൊണ്ട് ഐസായി ആ തടാകത്തിന് മേലെ വെച്ചുകൊണ്ടാണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ഈ രണ്ട് കാലങ്ങളും പോയി കണ്ടേ മതിയാകൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാശ്മീരിലെ തടാകത്തിലൂടെ ഇരുവശങ്ങളിലെയും മനോഹര കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കടത്തുകാരനായി ഇവിടം ജനിക്കാമായിരുന്നില്ലേ എന്ന് പലവരും ചിന്തിച്ചു പോകും. ശിക്കാരകളിൽ മനുഷ്യരെ ആനന്ദത്തിന്റെ നീരുറവുകളിലേക്ക് തുഴഞ്ഞുകൊണ്ടുപോകുന്ന കടത്തുകാർ, എത്ര മനോഹരം! ഇതെല്ലാം ഈ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പതുക്കെ വേണമെന്ന് അനസ് നമ്മോട് മന്ത്രിക്കുന്നുണ്ട്. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോയി നമ്മളെന്ന ഷഹബാസ് അമൻ പാടിയ പോലെ പതുക്കെ ആസ്വദിച്ച് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. കടത്തുകാരൻ കാശ്മീരിനെ കുറിച്ച് 2 വരി കൂടി പാടിയപ്പോൾ ഖുദാസേ മന്നത്ത് ഹേ മേരി എന്ന ആ 2 വരികൾ നമ്മളെ കാശ്മീരിന്റെ സകല അനുഭൂതികളും നമുക്ക് പകർന്നു തരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. പ്രപഞ്ചമാകെ
പുകൾപ്പെട്ട കാശ്മീരി നാരികൾ. നാട്ടിലെ പെൺകുട്ടികൾ അധികമൊന്നും സുന്ദരമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കാശ്മീരിലെ പുരുഷ കേസരികളാണ് ശരിക്കും സുന്ദരന്മാരെന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. ക്രിസ്തുമസ് മരങ്ങൾ മഞ്ഞു പുതച്ചു കിടക്കുന്ന ഗുൽമർഗും സോനമർഗും താണ്ടി അവസാനം വിശാലമായൊരു നഗരകേന്ദ്രമായ പഹൽഗാമിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. ബൈസൺ വാലിയിലേക്ക് കുതിര സവാരി ചെയ്യാനാണ് ആളുകൾ എത്തുന്നതെങ്കിലും കയ്യിലെ കാശിന്റെ മൂല്യവും പിന്നെ കുതിരക്കാർ സഞ്ചാരികളെയും കൊണ്ട് നടന്നാണല്ലോ പോകുന്നത് എന്ന ആശ്വാസവും കൂടിയായപ്പോൾ അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആ പഹൽഗാമിലെ പെൺകുട്ടി കടന്നു വരുന്നത്. തന്റെ 10-11 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറിയ സുന്ദരിക്കുട്ടി തന്റെ കൊച്ചനുജനെയും കൂട്ടിക്കൊണ്ട് ഒരു മുയലിനെയും പിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. അവൾ ചോദിക്കുകയാണ്, അവളുടെ വശ്യമായ ഭാഷയിൽ അവൾ ചോദിക്കുന്നുണ്ട്, ബൈസൺ വാലിയിലേക്കാണല്ലേ, ഞാൻ വഴി കാണിച്ചു തരാം, ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുകയാണ്. ദൈവമേ, എന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ഭീതിയോടെ അദ്ദേഹം അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തായ്വാരത്തിലേക്കാണ്. അവിടെ എത്തിക്കൊണ്ട് അവൾ കാണിച്ചു കൊടുക്കുന്നു, ഇവിടം മുതൽ താഴേക്ക് അടിവാരമാണ്, ഞാൻ നിന്നെ ഇവിടേക്ക് തള്ളിയിട്ടാൽ നീ ഉടനെ ബൈസൺ വാലിയിലേക്കോ മറ്റോ എത്തുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും വട്ടാണല്ലേ എന്ന് ചോദിക്കാൻ എന്റെ മനസ്സ് വിതുമ്പിയെങ്കിലും അത് പറയാതെ അവിടുന്ന് ഓടി കുതിരക്കാർ പോകുന്ന ഭാഗത്തേക്ക് ഞാൻ ഓടി മറയുകയാണ് ചെയ്തത്. ബൈസൺ വാലിയും അതിന്റെ മനോഹര ദൃശ്യങ്ങളും ആ ട്രക്കിങ്ങും കുതിരക്കാരോടൊത്ത് നടന്നുകൊണ്ട് തന്നെ ആ മനോഹരമായ പുൽമേടുകളും കുന്നും മേടുകളും നടന്നുകൊണ്ട് അതിന്റെ മുഴുവൻ വശ്യതകളും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ സുന്ദരി കുട്ടിയുടെ വീട്ടിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട്. ഞാൻ നിന്റെ സഹായമില്ലാതെ ബൈസൺ വാലി കടന്നു അതിന്റെ വശ്യത അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അവൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഫോട്ടോ കാണിച്ചു തരൂ, അവിടുത്തെ മറ്റു ദൃശ്യങ്ങൾ കാണിച്ചു തരൂ. ഓരോന്ന് നോക്കിക്കൊണ്ട് അവൾ പുഞ്ചിരിക്കുകയാണ്. അവസാനം തന്റെ കയ്യിലെ സെൽഫി സ്റ്റിക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അത് തനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ എഴുത്തുകാരനോട് അവൾ ചോദിക്കുന്നുണ്ട്, 10 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്, ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീയും കുട്ടിയല്ലേ, അപ്പൊ നീയും കളിക്കുന്നില്ലേ, എനിക്കും കളിക്കണമെന്ന് അവളുടെ വശ്യമായ രീതിയിൽ ആ പെൺകുട്ടി അദ്ദേഹത്തെ ആകർഷിക്കുകയാണ്. അത്തരത്തിൽ ആ പെൺകുട്ടികളോടും അവരുടെ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് അദ്ദേഹം മഹത്തരമായ ഒരു കാശ്മീർ യാത്രയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് അമൃത്സറും ബോംബെയും അടങ്ങുന്ന ഇന്ത്യയുടെ മനോഹര ദൃശ്യങ്ങൾ കൂടി പകർത്തിക്കൊണ്ട് അദ്ദേഹം ഈ യാത്രാ വിവരണം അവസാനിപ്പിക്കുന്നത് നമ്മെ യാത്രയുടെ മറ്റൊരു വശത്തിലേക്ക് ചിന്തിപ്പിച്ചുകൊണ്ടാണ്. ഓരോ യാത്രയും അവസാനിക്കുന്നത് പുതിയൊരു യാത്രയ്ക്കുള്ള ആശയും പ്രേരകവും പ്രചോദനവുമായി കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അനസ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും VP മുഹമ്മദ് അനസിന്റെ പഹൽഗാമിലെ പെൺകുട്ടി എന്ന പുസ്തകം ഇതിലൂടെ വളരെ മനോഹരമായ ഒരു യാത്രാനുഭവമാണ് പങ്കുവെക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരം തന്നെ പുസ്തകമായി എഴുതാൻ തീരുമാനിക്കുന്നു. ആ പുസ്തകത്തിലൂടെ ഇന്ന് ഒരുപാട് പേര് ഈ പുസ്തകം വായിച്ചിട്ട് ഇന്ത്യ കാണാനായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഒരുപാട് നന്ദി ഉബാദത്ത് കൊടുവള്ളി, നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയതല്ല. താങ്ക് യു. അപ്പൊ ഇന്ന് ഉബാദത്ത് കൊടുവള്ളി നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്ന പഹൽഗാമിലെ പെൺകുട്ടി എന്ന പുസ്തകമാണ്. VP മുഹമ്മദ് അനസിന്റെ യാത്രാനുഭവമാണ്. ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ യാത്രകൾ തന്നെ കണ്ടു തീരാനായിട്ട് കുറേ ദിവസങ്ങളും മാസങ്ങളും നമുക്ക് വേണ്ടി വരുന്നുണ്ടായിരിക്കും. അത്രത്തോളം കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാടുണ്ട് ഇന്ത്യയിൽ തന്നെ. ഇത്തരത്തിൽ ഇന്ത്യ കാണാനായിട്ട് ഇറങ്ങുന്നവർക്ക് പ്രത്യേക അനുഭവം തന്നെയായിരിക്കും ഈ പുസ്തകത്തിലെ വരികൾ സമ്മാനിക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടാകുക. ഇത് വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഹൽഗാമിലെ പെൺകുട്ടി എന്ന പുസ്തകം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ യാത്രകളും അവിടുത്തെ ഓരോ ജനങ്ങളുടെ പ്രത്യേക രീതിയും സംസ്കാരവും ഒക്കെ തന്നെ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് VP മുഹമ്മദ് അനസ്. പഹൽഗാമിലെ പെൺകുട്ടി എന്ന പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം രതീഷും ബബൈ പറയുകയാണ് ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. സ്റ്റേ ട്യൂൺഡ്.